ആകാശത്തിന് കാവി നിറമായിരുന്നു. നരേന്ദ്രമോദി വെള്ളക്കുർത്തയും നീല ജാക്കറ്റും, നീലാകാശത്തിൻ്റെ നിറം. ഒരു പുതിയ ചരിത്രമാണ്. നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി തുടർച്ചയായി 3ാം ടൈമിലേക്ക് അധികാരത്തിൽ വരുന്നു. വളരെ ആവേശം നൽകുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കല്ല. തീർച്ചയായിട്ടും അല്ലേ? ഇന്ത്യക്കാർ ആവേശപൂർവ്വം അദ്ദേഹത്തിന് ആശംസകൾ നേരിടേണ്ട സമയമാണ്, ആവേശപൂർവ്വം സ്വീകരിക്കേണ്ട സമയമാണ്. വലിയ പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇത്തിരി കുറഞ്ഞതിനെ മറികടക്കാനുള്ള ക്രിയാശേഷി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ്. ഞാനിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞാൻ ഒരു യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ മൊബൈലിൽ വാർത്തകൾ ഏഷ്യാനെറ്റ് കാണുന്നുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിൽ വിനു പി ജോണും അബ്ജോദും കൂടിയാണ് ഈ മോദി സർക്കാരിൻ്റെ 3.0 മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചുള്ള കമൻ്ററി നൽകുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് വിനു പറയുകയാണ്, നമ്മളെല്ലാം ഇതുവരെ പറഞ്ഞു NDA സർക്കാരായിരിക്കും. ഇത് NDA സർക്കാരല്ല, ഇത് BJP സർക്കാർ തന്നെയാണെന്ന്. അത് അത്തരത്തിലുള്ള പ്രചാരങ്ങൾക്കോ ഒരു വലിയ നറേറ്റീവ്, ഒരു വലിയ നുണ പൊളിഞ്ഞു വീണിരിക്കുന്നു. അതെ, ശരിക്കും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു അട്ടിമറിക്കപ്പെട്ടല്ല, നുണ പൊളിഞ്ഞിരിക്കുന്നു. അല്ല, ഞാൻ പറയുന്ന ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ചിത്രമുണ്ടല്ലോ, അത് മറിഞ്ഞു പോയിരിക്കുന്നു ഞാൻ പറയുന്നത് സത്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, മോദി ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരു ആ നറേറ്റീവ് മൊത്തം മാറ്റിമറിക്കുകയാണ്. ഒന്ന്, BJP ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഇത്രയും നേരം സത്യപ്രതിജ്ഞ ചെയ്ത് മുഴുവൻ ഏറെക്കുറെ BJP നേതാക്കന്മാർ തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ 10-15 പേര്. ഒന്ന്. രണ്ടാമത്, മോദി മന്ത്രിസഭയിലുണ്ടായിരുന്ന എല്ലാ ശക്തന്മാരായ മുഖങ്ങളും അതുപോലെ നിലനിർത്തുകയാണ്. മോദി ആ ടീമിനെ ഒരിക്കലും കൈവിടാൻ തയ്യാറല്ല എന്നും, ഭൂരിപക്ഷം ഇത്തിരി കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല പ്രശ്നം. ടീം മോദി തന്നെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. അതേസമയത്ത് റിയാലിറ്റി അദ്ദേഹം അംഗീകരിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടി BJP സർക്കാർ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പുതിയ യാഥാർത്ഥ്യത്തോടെ NDA ഗവൺമെൻറ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഫലത്തിൽ NDA ഗവൺമെൻറ് തന്നെയല്ലേ ആണ് തീർച്ചയായിട്ടും. പക്ഷേ അത് ശരിയായിരുന്നു. പക്ഷേ ഈ ആളുകളുടെ നെറേറ്റീവിന് ഒരു ബേസ് ഉണ്ടായിരുന്നു. ആളുകളുടെ നെറേറ്റീവാണ്. അതെ, മോദിയുടെ നെറേറ്റീവ് അല്ല, എല്ലാ കാലത്തും NDA ആണ്. 2 തവണ അദ്ദേഹം ഭരിച്ചത് NDA ആണ്. പക്ഷേ ആളുകളുടെ മനസ്സിൽ BJP മാത്രവും അതിൽ തന്നെ മോദി മാത്രം ഉയർന്നു നിൽക്കുകയും ഒരു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തൊക്കെ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും, അതിന് പകരം ഇപ്പോൾ ചിത്രം പറയുന്നതിൽ NDA ഉണ്ട്. കാരണം ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ ആക്ടിവിറ്റീസ്, അദ്ദേഹം കാണിക്കുന്ന ചിത്രം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു സമീപനം, രാജ്യത്തിന് കൊടുക്കുന്ന മെസ്സേജ്, ഞാൻ മാറിയിട്ടില്ല, എൻ്റെ ഗവൺമെൻറ് മാറിയിട്ടില്ല, എൻ്റെ ടീം മാറിയിട്ടില്ല, എൻ്റെ ആക്ഷൻ പ്ലാൻ മാറാൻ പോകുന്നില്ല, എൻ്റെ മേൽ ആരുടെയും അവിഹിതമായ സ്വാധീനവുമില്ല എന്ന് തെളിയിച്ചത് ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ തൊട്ട് മുമ്പ് വരെ നമ്മൾ ഉണ്ടാകുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ച വഴക്ക് എവിടെ പോയി എന്ന് പറഞ്ഞുകൂടാ. വഴക്ക് കാരണം ഇദ്ദേഹം 2 കൊലകൊമ്പന്മാരാണല്ലോ. കാലു വാരാനും കാല് മാറാനും ഒക്കെ കീർത്തികെട്ട ആളുകളാണ്. അവരുടെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത് എന്ന നല്ല ബോധം നരേന്ദ്രമോദിക്കുണ്ട്. അതേസമയത്ത് ആ ആളുകൾ ഇതിനെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്ത് കളയും. മന്ത്രിസഭയെ അവർ ഭരിച്ചു കളയും, അവർ നിയന്ത്രിച്ചു കളയും. അവർ ചോദിക്കുന്നത്ര എത്രയാണ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്? 5-6 ക്യാബിനറ്റ്, 16 സീറ്റുള്ള ഇദ്ദേഹത്തിന് TDPക്ക് 12 സീറ്റ്. അപ്പോൾ 6 മന്ത്രിമാരെ ചോദിക്കുന്നു, അതിൽ തന്നെ 3 ക്യാബിനറ്റ് ചോദിക്കുന്നു. 12 സീറ്റുള്ള നിതീഷ് കുമാർ 3 ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഇതൊക്കെ ഇവരുടെ ആഗ്രഹമല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഈ കേരളത്തിലെ മാധ്യമങ്ങളാണ് മാഷ ചെയ്യുന്നത്. ഞാൻ ഈ മറ്റ് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ കാണാറുണ്ട്. അവിടെ ഒന്നും ഈ സ്റ്റോറി, ഈ നറേഷൻ ഇല്ല. കേരളത്തിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? മോദി സർക്കാരിനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിതീഷും ചന്ദ്രബാബു നായിഡു. അപ്പോൾ ഒരു സിമ്പിൾ കണക്കുണ്ട്. ചന്ദ്രബാബു നായിഡുവിന് 16 സീറ്റ്, നിതീഷ് കുമാറിന് 12, 28 സീറ്റുകൾ. 28 പോയാലും NDA സർക്കാർ ഭരിക്കും. 28 പോയാൽ ഭരിക്കാൻ ബുദ്ധിമുട്ടാവും. അല്ല, കേവല ഭൂരിപക്ഷം ഉണ്ടാവില്ല. അല്ല, കേവല ഭൂരിപക്ഷം അങ്ങനെ വരും. 272 സീറ്റ്. ഇത് 291 നിന്ന് 28 സീറ്റ് കുറച്ചാൽ അതാണ് NDA മുന്നണിക്ക് ഒന്നും സംഭവിക്കില്ല. അതിന്റെ അർത്ഥം അല്ല, മാത്രമല്ല, പക്ഷേ ഒന്നുകൂടെ പറഞ്ഞുതരാം. NDA മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷി BJP, 240 സീറ്റുകൾ. 2ാം സ്ഥാനം
16 സീറ്റുള്ള TDP, മൂന്നാം സ്ഥാനം 12 സീറ്റുള്ള JDU ആണല്ലോ. അതാണ് അപ്പം മുന്നണിയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കക്ഷികൾ എന്നുള്ള അംഗീകാരം TDPക്കും JDU NDAയിൽ കിട്ടും. അതേസമയം അവർ ഇന്ത്യ മുന്നണിയിലിട്ട് പോകട്ടെ. ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ്, രണ്ടാമത്തെ പാർട്ടി DMK, മൂന്നാമത്തെ പാർട്ടി TMC, അതിനു താഴെയായിരിക്കും TDPയും JDU നമ്പർ വൈസ് അല്ലേ? അല്ല, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അല്ല, നമ്പർ വൈസ് ആണ്. അതായത് ഇവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് മാഷ് വിചാരിക്കാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം NDA മുന്നണിയിൽ നിന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കക്ഷികൾ എന്ന പരിഗണന NDA മുന്നണിയിൽ തെലുങ്കുദേശത്തിനും JDUവിനും കിട്ടും. ഇന്ത്യ മുന്നണിയിൽ പോയാൽ നാലാമത്തെയും അഞ്ചാമത്തെയും കക്ഷികൾ എന്ന പരിഗണന കിട്ടത്തുള്ളൂ. അത് ശരിയായിരിക്കും. സ്റ്റാറ്റസ് വൈസ് അവർ നാലാമത്തെയും അഞ്ചാമത്തെയും പാർട്ടിയാവും. കോൺഗ്രസ്, തൃണമൂല്, NCP, DMK കഴിഞ്ഞിട്ടേ കിട്ടും. സ്റ്റാറ്റസ് വൈസ് അവരുടെ ബാർഗൈനിങ് കപ്പാസിറ്റി നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയോ മാറും. അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം തന്നെയാണ് അവർ നീങ്ങുന്നത്. അവർക്ക് പോയിട്ട് കാര്യമില്ല. പൊളിറ്റിക്കലി അവർക്ക് കിട്ടുന്ന അന്തസ് കിട്ടില്ല. രാഷ്ട്രീയ അന്തസ് ഇപ്പുറത്ത് തരിക. അപ്പൊ പിന്നെ ആത്മഹത്യാപരമാണ്. ഇവർ ഈ കണക്ക് പോലും മറച്ചു വെച്ചിട്ടാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ കണക്കിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 291 മൊത്തത്തിൽ മുന്നണിക്കുള്ളത്. -28 എന്ന് പറയുമ്പോൾ 263 വരുള്ളൂ. അല്ല, ഇപ്പോ ഞാൻ പറയുമ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് കണക്ക് 303 സ്വതന്ത്രന്മാരുടെ ഉൾപ്പെടെ NDAക്ക് 303 മെമ്പർമാരുടെ MP-മാരുടെ പിന്തുണയുണ്ട്. അപ്പോഴോ 303, അതിൽ നിന്ന് 28 പോകുന്നു. മജോറിറ്റി ഉണ്ട്. അപ്പോൾ ഉണ്ടാവും ഏകദേശം. എനിക്ക് തോന്നുന്നു എന്തായാലും അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും ഗവൺമെന്റ്. അത് ഉറപ്പായിട്ട് ചെയ്യുമല്ലോ, തീർച്ചയായിട്ടും. കാരണം ഈ 28 എപ്പോഴും ഇനി 28 ഇവർ ഈ മീഡിയ ഒക്കെ പറഞ്ഞു വരുന്നത്, സത്യത്തിൽ ഈ മീഡിയ പറഞ്ഞു വരുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെ, കേരളത്തിലെ ചില സ്റ്റുഡിയോ റൂമുകളിൽ ക്രിയേഷനാണ്. ഇതിന് പല വാർത്തകളും ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഈ ചരിത്രത്തിൽ അവനവൻ്റെ ഇഷ്ടങ്ങൾ ചേർക്കുന്നത് പോലെയാണ് വാർത്തകളിൽ അവനവൻ്റെ ഇഷ്ടങ്ങളും മോഹങ്ങളും ചേർത്ത്. ഇഷ്ടങ്ങളല്ല, മോഹഭംഗത്തിൻ്റെ ഒരു വ്യഥ മറക്കാൻ വേണ്ടിയിട്ട് ഓരോ മീഡിയ വണ്ണൊക്കെ കണ്ടാൽ മോദി തോറ്റുപോയി എന്നാണ് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നത്. തോറ്റുപോയി, മോദി തീർന്നു. 3 വിദ്വാൻമാരില്ലെങ്കിൽ ചർച്ച ചെയ്യുക, മോദിയുടെ പണി തീർന്നു. അമിത്ഷാ ഒന്നും ആഭ്യന്തരമന്ത്രി ആവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് സാറേ, ഈ മോദി ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രതിപക്ഷത്തിന് പറ്റിയ ഒരു വലിയ, അത് എന്ത് ജെനറ്റിക്കലി തന്നെ ഇവരുടെ ഒരു ബേസിക് ക്യാരക്ടറിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ജനഹിതത്തെ അംഗീകരിക്കാൻ, ജനവിധിയെ മാനിക്കാൻ വല്ലാത്ത മടി എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും കണ്ടെത്തിയാലും ഈ ഇലക്ഷനിൽ ഒരു പാർട്ടി എന്ന നിലയിൽ വലിയ പ്രതിസന്ധികൾക്കിടയിൽ, അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെയുള്ള പ്രതിസന്ധികൾക്കിടയിൽ വലിയ നില മെച്ചപ്പെടുത്തിയ ഒരാളാണ് മമതാ ബാനർജി. മമതാ ബാനർജി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വരുന്നൊരു ദൃശ്യം ആലോചിച്ച് നോക്കൂ. അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾ അവരെ ആദരിക്കും. കയറി വന്നിട്ട് നരേന്ദ്രമോദിയെ ഒന്ന് വിഷ് ചെയ്തിട്ട് ഏറ്റവും ഫ്രണ്ടിലെ ക്ഷണിക്കപ്പെട്ട സീറ്റിൽ ചെന്ന് ഇരുന്നാൽ അതിന് പകരം അവർ ചെയ്ത് ബഹിഷ്കരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ചെല്ലേണ്ടതാണ്. രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിലും രാഹുൽ പോകേണ്ടതാണ്. പ്രതിപക്ഷ നേതാവായിട്ട് അവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. രാഹുൽ പോകേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ പോകാമല്ലോ, എന്താ പോകുന്നതിന്? ഇപ്പോൾ എല്ലാവരുടെയും പ്രതിനിധിയായിട്ടൊരു ഖാർഗെയെ കോൺഗ്രസ് പ്രസിഡന്റിനെ പറഞ്ഞയച്ചു എന്നുള്ളത് ശരി, അതല്ലല്ലോ ചെയ്യേണ്ടത്. ഈ എല്ലാവരുടേതും അല്ലേ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ബോധ്യം ഇവർക്ക് ഇപ്പോഴും ഇല്ല. നമുക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് എതിർക്കാൻ അവകാശമുണ്ട്. അതെന്തിനാണ്? ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് തെറ്റുകൾ പറ്റാതിരിക്കാൻ, അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ, കറക്റ്റ് ചെയ്യാൻ, ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കാൻ. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് BJPയുടെ നേതാവായ നരേന്ദ്രമോദി അല്ല, എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അല്ല, ഈ സർക്കാർ ഞങ്ങളുടെയല്ല, ഞങ്ങളുടെ പ്രധാനമന്ത്രി. ഇതാണ് ഇവർക്ക് പറയാൻ പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇവർക്ക് ബേസിക് ആയിട്ട് പറ്റുന്ന ഒരു അപകടം ഇതാ. ഇവർ ചെയ്യേണ്ട പണി ജനങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അധികാരം കിട്ടണം, അതിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങളല്ലാത്ത ആരും രാജ്യം ഭരിക്കാൻ പാടില്ല. അതിന് ജനാധിപത്യം നല്ല പേര്. ഞാനും എൻ്റെ മക്കളും ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ രാജാധിപത്യമാണ്. ഞാനും എൻ്റെ പ്രകൃതികളും ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഫ്യൂഡലിസമാണ്, ഡെമോക്രസി അല്ല. അല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മീഡിയ നറേഷൻ ഉണ്ടല്ലോ, അതിലൊന്നായിരുന്നു മോദി ദുർബലനായിരിക്കും, മന്ത്രിസ്ഥാനങ്ങളുടെ പേരിൽ വലിയ അടിയുണ്ടാവും, 6-7 സീറ്റുകളൊക്കെ ഇവർ ചോദിക്കും ക്യാബിനറ്റ് റാങ്കിൽ. ഇപ്പോൾ ആകെ അജിത് പവാറിൻ്റെ NCP മാത്രം മന്ത്രിസഭയിലേക്ക് വന്നിട്ടില്ല. അവർ ദയനീയമായി തോറ്റ കക്ഷിയാണ്.
അവർക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് പോലും കൊടുക്കണ്ട എന്നിപ്പോൾ തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ അവർ വരുന്നില്ല എന്നാണ് പറയുന്നത്. മന്ത്രിസഭ വികസിക്കുമ്പോൾ പരിഗണിക്കുമെന്ന് പറയുന്നു കേട്ടു. എനിക്ക് തോന്നുന്നു വരേണ്ടതില്ല എന്ന് കൂടി തീരുമാനിച്ചിട്ടുണ്ടാവും. ഉണ്ടാവാം. അതാണ് കാരണം അതിനകത്ത് വേറൊരു ഇക്വേഷൻ ഉണ്ട്. അജിത് പവാറിൻ്റെ എൻ സി പിയും ശിവസേനയും തമ്മിൽ ഒരിക്കലും ചേരില്ല. ഈ മുന്നണിയിൽ ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് പവാറിൻ്റെ എൻ സി പിയും തമ്മിൽ ആരോഗ്യകരമായ ബന്ധം ഉണ്ടായിരുന്നില്ല. അത് വലിയ തോൽവി മഹാരാഷ്ട്രയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ എൻ സി പി വേണമെങ്കിൽ കിട്ടിയത് മേടിച്ചോട്ടെ, ഇല്ലെങ്കിൽ പോയി പണി നോക്കട ഇതൊരു മെസ്സേജ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരു എൻ സി പിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് എനിക്ക് തോന്നുന്നു സീനിയർ പവാറിനെ കൊടുക്കുകയുള്ളൂ ഇവർ. കാരണം രാഷ്ട്രീയ സംസ്കാരം അദ്ദേഹത്തിനാണല്ലോ ഉള്ളത്. എന്തൊക്കെ പറഞ്ഞാൽ ശരത് പവാറിന് അദ്ദേഹത്തിനെ പാരവെച്ചിട്ടും അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയൊക്കെയാണല്ലോ ഇവർ വിഘടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒന്നും നേടിയില്ല. ഒരു സീറ്റോ മറ്റാണ് കിട്ടിയത്. ദയനീയമാണ് അവിടുത്തെ. ദയനീയമായി തോറ്റു. ഒരു സീറ്റ് കിട്ടിയവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. മാഞ്ചിക്ക് കൊടുത്തു, ബീഹാറിൽ നിന്ന് കുമാരസ്വാമിക്ക് കൊടുത്തു. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരാണ്. ശരിയാ, JDS ഒരു സീറ്റേ ഉള്ളൂ. മുൻ മുഖ്യമന്ത്രിമാരായതുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിരാഗ് പാസ്വാൻ 100% വിജയം നേടിയ ആളാണ്. 5 സീറ്റിൽ മത്സരിച്ചു, 5ലും ജയിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ നരേന്ദ്രമോദിയുടെ ഹനുമാനാണെന്ന് പറഞ്ഞു. സേവകനാണെന്ന്. നരേന്ദ്രമോദിയുടെ ഹനുമാൻ ആകാണ്, സേവകൻ പോലുമല്ല, ഞാൻ മോദിജിയുടെ ഹനുമാനാണെന്ന്. ശ്രീരാമനാണെങ്കിൽ അതെ ഞാൻ ഹനുമാനാണ്. അതെ, ബീഹാറിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഘടകവും കൂടിയാണ് ചിരാഗ് പാസ്വാൻ എന്ന ചെറുപ്പക്കാരൻ. വലിയ ഭാവിയുള്ള, ഒരുപാട് ഭാവി ബാക്കി ബീഹാറിൽ വെച്ചിരിക്കുന്ന ഒരാളാണ്. നാളത്തെ നിതീഷോ ഒക്കെ ആയിട്ട് മാറാം. നിതീഷിനെ അൺസീറ്റ് ചെയ്ത് അതിലേക്ക് വരാൻ സാധ്യതയുള്ള രാംവിലാസ് പാസ്വാന്റെ മകനാണ്. പിന്നൊക്കെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. വലിയ സ്വാധീനമുള്ള ആളാണ്. അല്ല ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഓർക്കണം സാർ. ഈ പരമ്പരയെ നമ്മളിപ്പോൾ ഈ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പേര് നിതീഷ് കുമാർ തൊട്ട് ഇപ്പോൾ നമ്മൾ മറന്നുപോയൊരു പേര് ജോർജ് ഫെർണാണ്ടസ് ആണ്. ഫെർണാണ്ടസ് തൊട്ട് നിതീഷ് കുമാർ വഴി ഇപ്പോൾ രാംവിലാസ് പാസ്വാന്റെ മോൻ ചിരാഗ് പാസ്വാൻ വരെയുള്ളവർ ഈ സോഷ്യലിസ്റ്റ് തറവാട് എന്ന് പറയുന്ന ഒരു വലിയ തറവാടിൻ്റെ അസ്ഥിവാരം പൊളിച്ചു കൊണ്ടുവന്നിട്ടാണ് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നത്. അതും കൂടി നമ്മൾ ഓർക്കണം. എന്ന് വെച്ചാൽ ഒരു മൂവ്മെൻറ്റ്, ഒരു കാലഘട്ടത്തെ സമ്പൂർണ്ണമായി പൊളിച്ചു പണിയാണ് അവർ. അല്ല, അത് കാലഹരണപ്പെട്ടല്ലോ. കമ്മ്യൂണിസം സോഷ്യലിസം ഒക്കെ കഴിഞ്ഞത് അവിടെ പറയാൻ പേരിൽ മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഇന്ത്യയിലൊരു ഒരു കാലത്തെ. പക്ഷേ ചിരാഗ് പാസ്വാനും നിതീഷും അവരെ കുറച്ച് കാണാൻ പാടില്ല. നിതീഷും ഒക്കെ ജോർജ് ഫെർണാണ്ടസിനെ മാറ്റി നിർത്തിയ ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, അഖിലേഷ് യാദവ്, ചിരാഗ് പാസ്വാൻ, ഇവരൊക്കെ, നിതീഷ് കുമാർ, ഇവരൊക്കെ സോഷ്യലിസം എന്ന പേരിൽ കളിക്കുന്ന തനി ജാതി രാഷ്ട്രീയമല്ലേ? ജാതി രാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവുമാണ്. അച്ഛന്മാരുടെ പിന്നെ സോഷ്യലിസ്റ്റുകൾ ഇല്ലാതായി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, പക്ഷേ വേറൊരു കാര്യമുണ്ട് സാർ. ഈ നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ലെഗസി, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയമായ തുടർച്ച പോലെ 3ാമത് തവണ ഭരിക്കുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണല്ലോ. അങ്ങനെ ഓർക്കുമ്പോൾ ഒരു നെഹ്റുവിയൻ കാലം തൊട്ട് ഇന്ദിരാഗാന്ധി ശക്തയായിരുന്ന ഒരു കാലത്ത് പോലും ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിനെതിരായി അതിശക്തമായൊരു പ്രതിപക്ഷ മുന്നണിയും പ്രതിപക്ഷ ഭരണവും, മീൻസ് ഒരു ബദൽ ഭരണമൊക്കെ കൊണ്ടുവന്നൊരു ശക്തിയാണ് അവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ സമ്പൂർണ്ണമായി ഇപ്പോൾ ജാതി പാർട്ടികളായി മാറി. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു വന്നത് ഒരു മീഡിയ നറേറ്റീവ് കേരളത്തിലുണ്ടാക്കിയതുണ്ട്. അമ്പെ പൊളിഞ്ഞു. അവർക്ക് ഈ പറഞ്ഞതുപോലെ മോദിക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഉണ്ടാക്കിയാൽ തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് അമിത്ഷായെ അംഗീകരിക്കത്തില്ല, അമിത്ഷാ ക്യാബിനറ്റിൽ പറ്റില്ല. അപ്പോൾ നദ്ദ മന്ത്രിസഭയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അമിത്ഷാ പുറത്താണ്. ഉറപ്പായിട്ടും അമിത്ഷായെ വീണ്ടും BJP പ്രസിഡന്റ്. അങ്ങോട്ട് ഊഹക്കച്ചവടം നടത്തുകയാണ്, അങ്ങോട്ട് എഴുതി വിടുകയാണ്, TRP റേറ്റ് കൂട്ടുക. അതെ. കാരണം ഇച്ഛാഭംഗം വന്നിരിക്കുന്ന ആളുകളെ ഒന്ന് ത്രസിപ്പിക്കുക. അമിത്ഷാ, മോദിയെ പറ്റിയില്ല, അത് അമിത്ഷാ എങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്ത് കിട്ടിയാൽ മതി. ഇപ്പൊ എല്ലാം പോയല്ലോ, എല്ലാം പോയി. എനിക്ക് തോന്നുന്നു ഈ മോദിയുടെ ഈ വരവിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ പോസിറ്റീവായി കാണുന്നൊരു കാര്യം ആദ്യം പറയാം. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ മാനിക്കുകയും ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് ജനങ്ങൾക്ക് വിയോജിപ്പ് തോന്നിയാൽ വോട്ട് ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ യു പിയിൽ വന്നൊരു മാറ്റം മുൻനിർത്തിയാണ് ഞാൻ പറയുന്നത്. UPക്കാരാണ് ഒരു കാലത്ത് ഈ BJP അധികാരത്തിൽ ഏറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റിൽ പോലും സമ്പൂർണ്ണമായി പിന്തുണച്ച UP കിട്ടിയ ഇന്ത്യ ഭരിക്കുന്നതാണ് എന്ന് ഭരിക്കുന്നു. UP കിട്ടാതെ ഇന്ത്യ ഭരിക്കാം. അതാണ് ഇപ്പോഴത്തെ തെളിവ്. അതാണ് അത് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം തന്നെ. അപ്പോൾ യു പിയിൽ ഇപ്പം നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഈ അപ്പർ കറൻറ്റും അണ്ടർ കറൻറ്റും എന്തൊക്കെയാവാം, എന്തായാലും
ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും നല്ല, എല്ലാ ഭരണാധികാരിക്കും ഇത് ജനങ്ങളാണ്, ഞാൻ എപ്പോഴും ജനങ്ങളുടെ ദാസനാണ് എന്ന ബോധ്യമുണ്ടല്ലോ. നരേന്ദ്രമോദി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ആ ഓർമ്മ നല്ലതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഭരിക്കാൻ വളരെ സുരക്ഷിതമായും സ്ട്രോങ് ആയിട്ടും ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോയലീഷൻ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? ഒരു ഇപ്പോൾ പൊതുവെ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഒരു ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് ഇപ്പോൾ എല്ലാവരും എല്ലാ ജീനിയസുകളും പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് എപ്പോഴും കോയലീഷൻ ഗവൺമെൻറ്റാണ് നല്ലത്. ഒറ്റയ്ക്ക് ഭരിക്കുന്നത്, അത് സാറിന് ഓർമ്മയുണ്ടോ? ഒറ്റയ്ക്ക് ഭരിച്ചപ്പോഴാണ് നമുക്ക് അടിയന്തരാവസ്ഥ കിട്ടിയത്, ഒറ്റയ്ക്ക് ഭരിച്ചപ്പോഴാണ് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ഭരിക്കേണ്ട. അതൊരിക്കൽ രാജീവ് ഗാന്ധി ഭരിച്ചപ്പോഴും കുഴപ്പമുണ്ടായിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോഴും കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഭരിക്കേണ്ടതില്ല. അതിനേക്കാൾ നല്ലത് ഇതാണ് കോയലീഷൻ ഗവൺമെൻറ്, എന്നാൽ സ്ട്രോങ് ആയ നിലപാട്, ക്ലിയർ കട്ടായിട്ടുള്ള കോയലീഷൻ വരട്ടെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് ഒരു മുന്നണി തോറ്റമ്പി നിൽക്കുകയാണ്, തോറ്റുപോയി. നമ്പർ തന്നെയാണ് പ്രധാനം. നമ്പർ ഗെയിമിൽ തോറ്റു നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഗ്രസ് അല്ലേ? ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ കാര്യം പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ അതിലേക്കാണ് വരുന്നത്. അവർക്ക് നമ്പറുകൾ ഓൾവേസ് നമ്പേഴ്സ് ഇമ്പോർട്ടന്റ്, തർക്കമില്ല, വെരി ഇമ്പോർട്ടന്റ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെയല്ല, നരേന്ദ്രമോദി തോറ്റു, നമ്പർ കൂടുതലുണ്ടാകുക അതിൽ കാര്യമില്ല എന്ന് പറയുന്നതല്ല. പിന്നെ എന്തെല്ലാം കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ അവസാനത്തെ അജണ്ട മോദിയോ വന്നു, ഇന്ന് അമിത്ഷായെങ്കിലും ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ എന്നുള്ള ആ നിലവിളിയും തീർന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയെ പറയുന്നത് അംബാനെ ഒന്ന് നോക്കണ്ടേ, മോദിയും വന്നു അമിത്ഷായും വന്നു. അതെ അതെ അതെ. അല്ല, ഇവരുടെ ഒരു കറക്റ്റാണ്. ഇപ്പോൾ ഈ 2-3 ഈ മീഡിയ നറേറ്റീവിൽ ആദ്യത്തെ സാറ് ശ്രദ്ധിച്ചിരുന്നു, ഒരു ഒറ്റ എണ്ണ ഇപ്പം മിണ്ടുന്നില്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും വലിയ തോതിൽ മനുഷ്യൻ്റെ മനസ്സിൽ വിതച്ചിരുന്ന ഒരു വലിയ ഭീതിയും ആത്മവിശ്വാസമില്ലായ്മയും ഒക്കെ, ഒരു നിരാശാബോധം ഉണ്ടായത് എന്താണെന്നറിയോ? ഈ വോട്ടിംഗ് മെഷീൻ മുഴുവൻ കുഴപ്പമാണ്. അത് ഉപയോഗിച്ചിട്ടാണ്. മോദി ചോദിച്ചല്ലോ, വോട്ടിംഗ് മെഷീൻ ഇപ്പോൾ മരിച്ചോ? അത് ചോദിക്കേണ്ട ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആവർത്തിച്ച് ചോദിക്കും. 230 സീറ്റിലെ വോട്ടിംഗ് മെഷീൻ കുഴപ്പമില്ലായിരുന്നു, ബാക്കിയുള്ളത് കുഴപ്പം. ഞാൻ ഇവരോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഈ 33 കൊല്ലം ഭരിച്ച ബംഗാളിൽ മഹാബുദ്ധിമാന്മാരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിൽ കൃത്രിമം കാണിച്ചൂടെ? വല്ലതും കാണിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ പിണറായി വിജയൻ കാണിക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തെരഞ്ഞെടുപ്പിലാണ് പോട്ടെ, BJPക്ക് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ എല്ലാ ടു ടയർ ശരിക്കും പറഞ്ഞ ഗവൺമെന്റ് ആണല്ലോ UP-യിൽ, അവിടെ ചെയ്യാൻ പറ്റും. അല്ല, കേരളത്തിൽ ഈ ഇലക്ഷന് പോകുന്ന ഉദ്യോഗസ്ഥരാരുടെയാ? കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് പൂർണ്ണമായിട്ടും. CPM യൂണിയൻ CPM അവർക്ക് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റൂലേ? അപ്പൊ അതുകൊണ്ട് ഈ മാതിരി നുണ പറഞ്ഞ് പരത്തുക എന്തൊരു കഷ്ടം. ഈ നുണ പരക്കുന്നത് ജനങ്ങളല്ല മാഷേ, ഇവിടുത്തെ മാധ്യമ ചർച്ചകളാണ്. ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു സമൂഹത്തെ എനിക്ക് അങ്ങനെ എനിക്ക് പറയാം. ഞാൻ പറയില്ലേ, ഈ പിന്നെ പട്ടികജാതിക്കാരനെ തെറി വിളിച്ചാൽ ജാതി അതിശയമല്ല എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരം എനിക്ക് അവരോട് വീണ്ടും ആ സിനിമയുടെ അംബാനെ നോക്കി ചെയ്യണം. അല്ല, എന്തായാലും അത് ഞാൻ ചോദിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് അത് അബദ്ധമായിരുന്നു. ഒരു വരി എഴുതാനോ പറയാനോ ഒക്കെ എല്ലാവരും ബാധ്യസ്ഥരാണ്. വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകൾ തെറ്റിദ്ധാരണയായിരുന്നു, അത് തെറ്റായിരുന്നു, ഇപ്പോൾ ബോധ്യമായിരുന്നെങ്കിൽ പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലും വാർത്തകൾ വന്നു. രാഹുൽ ഗാന്ധിയുടെ ഗ്യാരണ്ടി ബോണ്ട്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ 1 ലക്ഷം രൂപ കിട്ടുമെന്നുള്ള ബോണ്ടുമായി സ്ത്രീകൾ, ഇവർ സ്പെഷ്യൽ പരിഗണന കൊടുക്കുന്ന പർദ്ദയിട്ട സ്ത്രീകൾ അടക്കമുള്ളവർ ലക്നൌവിൽ, ബാംഗ്ലൂർ, ദില്ലിയിൽ കോൺഗ്രസ് ഓഫീസുകളിൽ പോയിരിക്കുന്ന വാർത്തയും വിഷ്വൽസും എല്ലാ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ മാധ്യമ ചെറ്റകൾ എന്ന് വിളിക്കുന്നത്. കാരണം മലയാളത്തിലെ ഒരു ചാനലിലും ഒരു പത്രത്തിലും ഒരു വരി വാർത്ത വന്നില്ല. പത്രങ്ങളിൽ വന്നില്ല എന്ന് തോന്നുന്നു, നാഷണൽ മീഡിയയും കൊടുത്തിട്ടില്ല. നാഷണൽ മീഡിയ വന്നു, സോഷ്യൽ മീഡിയ ആജ് തക്കിൽ വന്നു, ടൈംസ് നൗവിൽ വന്നു, റിപ്പബ്ലിക്കിൽ വന്നു, എല്ലാ നാഷണൽ മീഡിയയിലും വന്നു. കേരളത്തിൽ വന്നിട്ടില്ല. അത് ചെറ്റത്തരമല്ലേ മാഷേ? കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ചെറ്റത്തരമല്ലേ? ഞാൻ എത്രാമത്തെ തവണയാണ് ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഈ വാക്ക് ഉപയോഗിക്കുന്നത്? കാരണം കാണിക്കുന്നത് മാധ്യമ വ്യഭിചാരവും ചെറ്റത്തരവുമാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വാർത്ത കൊടുക്കണം, വാർത്തയായിട്ട് കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ ഓഫർ ചെയ്തോ 1 ലക്ഷം രൂപ വീതം ഓഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അല്ല. ഏറ്റവും ലേറ്റസ്റ്റ് വിവരം വരുന്നുണ്ട്, ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ ബോണ്ട് എന്നും പറഞ്ഞ് കൊടുത്തത് വെച്ച് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോവാം. ഇലക്ഷന് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥികൾ ഞാൻ ജയിച്ചാൽ 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടും, നിങ്ങൾക്ക് 2 ഭാര്യയുണ്ട് 2 ഭാര്യമാർക്കും കിട്ടും, 3 ഉണ്ട് 3-നും കിട്ടും എന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി ഒപ്പിട്ട ബോണ്ടുകൾ, ബോണ്ടാണ്. ബോണ്ടാണ്.
അത് ഇലക്ഷന് ബ്രൈബ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുമായിട്ട് പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വരാൻ പോവാണ്. ഈ വാർത്ത മൂടി വെക്കുന്ന മാധ്യമങ്ങൾ ഇന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത കണ്ടോ? തൃശ്ശൂരിൽ ഏതോ കോളനിയിൽ ബി ജെ പിക്കാരെ ഏതോ പ്രാദേശിക പ്രവർത്തകന്മാർ പോയിട്ട് 500 രൂപ വീതം കൊടുത്തതേ. അവിടെ പട്ടിണി കിടക്കുന്ന പോലെയാണല്ലോ. വോട്ട് ചെയ്യുന്നവർ നിങ്ങൾ വോട്ടിന് പോകുമ്പോൾ കയ്യിൽ വെച്ചോളി എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് 500 രൂപ കൊടുത്തു. ആ നോട്ടൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ മീഡിയയിൽ വാർത്ത വന്നത് കണ്ടു. സുരേഷ് ഗോപി ജയിച്ചു പറ്റുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു ഇലക്ഷൻ കേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണോ എന്നറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 1 ലക്ഷം രൂപ ഓഫർ ചെയ്ത വാർത്ത ഒരിക്കലെങ്കിലും കൊടുക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത പക്ഷപാതത്തുണ്ട്. ഭയങ്കരമായിട്ട് ബയാസ്ഡാണ് നമ്മുടെ മീഡിയ. അതൊരു വലിയ അപകടമാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ആളുകളുടെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുപോയി. മോദി NDA സർക്കാരല്ല, ബിനു ബി ജോണിൻ്റെ വാക്കുകൾ എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. NDA സർക്കാരല്ല, മോദി സർക്കാർ തന്നെ വീണ്ടും വന്നതിൻ്റെ അന്താളിപ്പാണ്. അന്താളിപ്പോൾ നമ്മൾ മീഡിയക്കുണ്ട്. തീർച്ചയായിട്ടും അവർ തന്നെ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരും. എനിക്ക് തോന്നുന്നു നാളെ നേരം പുലരുമ്പോഴൊക്കെ വന്നോളും. കാരണം ആ തരത്തിലുള്ള ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും പുതിയ സർക്കാർ വരുന്നു. പുതിയ സർക്കാരിന് ജനാധിപത്യ വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും ആശംസകൾ നേരണം. രാജ്യത്തിന് പുരോഗതി ഉണ്ടാവട്ടെ. രാജ്യത്തിന് ഭീഷണി ഇല്ലാത്തൊരു 5 കൊല്ലം ഇന്ത്യ പുതിയ പ്രതീക്ഷകളുടെ 5 വർഷത്തിലേക്ക് നടന്നു നീങ്ങട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറട്ടെ. തീർച്ചയായിട്ടും എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാവട്ടെ. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഒരു 3ാം ടേമിലേക്ക് ആശംസിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും സാറും ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ആശംസയും തന്നെയാണ്. എല്ലാവർക്കും നന്മ വരുത്തുമാറ് മോദി സർക്കാർ നീളാൽ വാഴട്ടെ. തീർച്ചയായിട്ടും വാഴാൻ പറ്റില്ല, 5 വർഷം വാഴണം. 5 വർഷവും തീർച്ചയായിട്ടും കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.